ഹലോ, വെൽക്കം. ഇന്ന് നമ്മുടെ ലൊക്കേഷൻ കണ്ടിട്ട് 5th ഡേ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുവരെ നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. ഒറ്റ മെയിൻ ലൊക്കേഷനേ ഉള്ളൂ. പിന്നെ ഊഹിക്കുമ്പോൾ തന്നെ അറിയാം, കടൽക്ഷോഭവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ കടൽ ഭിത്തി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും കടലിൻ്റെ തൊട്ടടുത്തുള്ള കുറേ വീടുകളൊക്കെ അവിടെ നിന്ന് ഒഴിച്ചു മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ലൊക്കേഷൻ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ചത് വെച്ചിട്ട് നോക്കുമ്പോൾ എവിടെയില്ല. പിന്നെ 1-2 വീടുകൾ കുറേ ദൂരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടെന്നല്ലാതെ കറക്റ്റ് നമുക്ക് പാകത്തിനുള്ളതായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് വേറെ ഫ്രണ്ടും കൂടെ ജോയിൻ ആവുന്നുണ്ട്. അപ്പോൾ അവനറിയാവുന്നൊരു ഏരിയ ഉണ്ട്, അവിടെ പോയി നോക്കാം. അവിടെയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇന്ന് മലപ്പുറത്ത് നിന്ന് നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ കൊല്ലം പോകാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, കൊല്ലത്തും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത ഓപ്ഷൻ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടോ. ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട്. ഇന്ന് മഴ ദിവസമല്ല എന്ന് പോകുന്നുണ്ട് കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. സോ എന്തായാലും വാ, നമുക്ക് പോവാം. പോയിട്ട് ഇന്ന് നമ്മുടെ ലൊക്കേഷൻ കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ. നമ്മളങ്ങനെ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് ജോയിൻ ആവും കേട്ടോ. അപ്പോൾ അവൻ നമ്മളൊരു 1-2 ലൊക്കേഷനിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പറ്റിയ ലൊക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചെങ്ങായി ജോയിൻ ചെയ്തിട്ടുണ്ടാ. നിനക്ക് എന്താ പറയാള്? പറയണ്ടേ? ലൊക്കേഷൻ എവിടെ ഉണ്ട്? നമ്മൾ പോണ സ്ഥലം വാക്കാട്. ക്യാമറ മാത്രം ഒന്ന് പോയിക്കുമ്പോൾ എന്തുപോലെ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ വാക്കാട് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് കട്ട് പോകണം. ഓക്കെ, ഇത് വാക്കാടാണ്. നമ്മൾ ആ ഏരിയയിലാണ് വീടൊക്കെ ഉള്ളത്. അവിടെ പോയൊക്കെ ലൊക്കേഷൻ നോക്കി വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കടലേരിയയിൽ ഇങ്ങനെ ഈ മതിലൊന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഈ റോഡും മതിലും നമ്മൾ ഏരിയയിലില്ല. ഇപ്പം താന്നൊരു പരപ്പനങ്ങാടി കെട്ട് അവിടെ ഉണ്ട്. അയ്യും പോയി മണലെല്ലാം അതിൻ്റെ അടുത്ത് വീടൊക്കെ ഉണ്ടോ? പരപ്പനങ്ങാടി അല്ലേ? അങ്ങോട്ട് പോകേണ്ട ഒരു പാലം കയറുന്നോട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പാലിക്കുന്നുണ്ട്. നമ്മൾ ഈ ഏരിയ ഇവിടേക്ക് ഒന്നുമില്ല. പറവണ്ണ ഇരിക്കാനും റോഡ് വരുന്നുണ്ട് അല്ലേ നടുവിൽ? അതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ പൂയിമണ്ണ് നേരെ വീട്, ഇതിന് നടുവിൽ റോഡും പിന്നെ മറ്റേ കെട്ടൊന്നും വരാത്ത സ്ഥലം വേണ്ട. നടുവിലാണ് ഇവിടെ മറ്റേ മതിലൊന്നും ഇല്ലല്ലോ. പാവണ്ട ഇക്ക നമ്മൾ ഇതേ 3 മാങ്ങ നമുക്ക് തന്ന്. കടൽ വേണമെങ്കിൽ എടുത്തോ. 3 മാങ്ങ തന്നുട്ടോ. 3 മാങ്ങ തന്നു. നമ്മളിവിടെ ഗൂഗിൾ പേ ഇല്ല, ഞങ്ങളത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ആൾക്ക് നീട്ടിയപ്പോൾ ആൾ കുഴപ്പമില്ല, ഗൂഗിൾ പേയിൽ പ്രശ്നമില്ല, മക്കൾ പൊക്കോന്നൊക്കെ പറഞ്ഞു. വളരെ സ്നേഹമുള്ള കാക്കിയാണ്. അല്ല, എങ്ങൾക്ക് വേണ്ടി അതൊന്നും പ്രശ്നമല്ല. ഇന്ന് പൈസ ഇന്ന് വന്ന് പോകും. ആളുമനുഷ്യന്മാർ എന്നേക്കും വേണം. എൻ്റെ കച്ചവടം അങ്ങനെയാണ്. ഒന്നും കുഴപ്പമില്ല, നിങ്ങളെ മനസ്സാണ് ഏറ്റവും. അത് ഞാൻ പള്ള വഹിച്ചു എനിക്ക് ഞാൻ കൊടുക്കും. 16 നാട്ടുകാർക്ക് മുമ്പ് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ നെറ്റിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു ഉപകാരം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആളാ. ഓക്കെ, നമ്മളിപ്പോൾ ശരിക്കും മലപ്പുറം ജില്ലയിൽ ഏകദേശം തിരൂർ കുറച്ച് ഉള്ളേരിയയിലായിട്ട് വാക്കാട് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ
2 വീടുകൾ അടുത്ത് വേണം. കുട്ടികൾക്ക് ഇങ്ങനെ ഓടി കളിച്ചിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റിയ പോലത്തെ ഇതുപോലത്തെ 2 വീടുകൾ അടുത്ത് കിട്ടാണ്ടോ? ഷീറ്റിലെ അത് നല്ല കുഞ്ഞു വീടാണ്. അതായത് നമ്മളിത് വാക്കാടുന്ന് കുറച്ച് ഉള്ളിലേക്ക് ഒരു ചെറിയ ഗ്യാപ്പ്, ഇപ്പുറത്ത് കടലാണ് കേട്ടോ. കടൽ തീരം പിടിച്ചിട്ട് നമ്മൾ കാണിക്കാം. ഇപ്പുറത്ത് ഇതിൻ്റെ പുറകിൽ കടലാണ്. കടൽ തീരത്തിനോട് അനുബന്ധിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കടലേരി ഇങ്ങനെ പിടിച്ചിട്ട് ചാൻസ് കൊടുക്കണം കേട്ടോ. ആർക്കാ ചാൻസ് കൊടുക്കണ്ട്? എൻ്റെ ഫ്രണ്ടിന്. ഏത് ഫ്രണ്ടിന്? സെറ്റാക്കി അവളാണോ? അതെ, നമ്മൾ കടലിൻ്റെ ഏകദേശം അടുത്ത് റീലൊക്കെ ചെയ്തിട്ടുണ്ട്. റീലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടരം പറയും, നോക്കട്ടെ. റീലൊക്കെ നോക്കിയിട്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തെത്തി. 2 വീടുകളൊക്കെ തപ്പി നടക്കുകയാണ്. കണ്ടിട്ടേ നോക്കാം. ഓക്കെ, ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ലൊക്കേഷൻസ് എവിടെയും കിട്ടാനില്ല കേട്ടോ. ഒരുപാട് അലഞ്ഞു, സത്യം പറഞ്ഞാൽ ഒരുപാട് അലഞ്ഞു. ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതിൽ മടുപ്പ് കാര്യങ്ങളുണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ ഉണ്ടാവാനും പാടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. നമുക്ക് വേണ്ട ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി, ഒരുപാട് സ്ഥലങ്ങൾ തപ്പി. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ പ്ലാനിലുള്ള പോലത്തെ 2 വീടുകളോ ലൊക്കേഷനുകളോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഇടുക എന്നുള്ളൊരു ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷെ അത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. അത് നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്യില്ല. ബഡ്ജറ്റ് ഭയങ്കര ഹൈ ആവും. അപ്പോൾ അറിയില്ല, ഇനി 1-2 സ്ഥലങ്ങളൂടെ നമുക്ക് നോക്കാനുണ്ട്. നോക്കാം, നടക്കില്ല നോക്കാം. എന്താ പേര്? അബി മർജാൻ. അബി മർജാൻ. മർജാൻ. ഇതാണ് മെയിൻ. ഇതൊക്കെ വെള്ളം കയറുമല്ലോ, അപ്പോൾ അത് പിന്നെ വീടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ മാറ്റി ഉണ്ടാക്കുന്നതല്ലേ കഷ്ടം. സെറ്റ് ഇടാം. ഇപ്പോൾ വേറെ ഓപ്ഷനുകളൊന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ അലഞ്ഞു, ലൊക്കേഷനൊന്നും കിട്ടിയില്ല. ഞങ്ങളത് നോക്കി. അതായത് ഇപ്പോൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വന്ന റൂട്ട് തന്നെ കുറച്ചുകൂടെ നടക്കണം. അപ്പോൾ ഒരു പോയണ്ട്, ആ പോയ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അത് ചാടി കിടക്കാൻ പറ്റുന്ന രാവിലെ പറ്റിയിട്ടില്ല. ഇപ്പോഴെന്താ വെള്ളം കൂടുതലായി. അറിയോ? അപ്പുറത്തുണ്ട് ഇതേപോലത്തെ വീടുകളൊക്കെ. ബൈക്കിന് പോകാണ്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 കൂടി റോഡ് കാണാം. അങ്ങോട്ടും ഉണ്ടാവും, പിന്നെ മെയിൻ റോഡിനും ഉണ്ടാവും, ബീച്ചിലും ഉണ്ടാവും. ബീച്ചിക്കാണ്ട് ഇവിടുന്ന് കുറച്ചാണ്ട് പോയാൽ തന്നെ ഇങ്ങോട്ട് റോഡ് ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ട്രാൻസ്ഫോമറിന് അടുത്ത് കൂടെ ഇവിടുന്ന് കുറച്ചാണ്ട് പോയാൽ തന്നെ ഇങ്ങോട്ട് റോഡുണ്ട്. ഈ റോഡ് ഓക്കെ, നമ്മളപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ വാക്കാട് ബീച്ചിൽ നിന്ന് പോവുകയാണ്. വാക്കാട് ആ ഏരിയയിലേക്കും ഇപ്പുറത്തെ ഏരിയയിലേക്കൊക്കെ നമ്മൾ പോയി നോക്കിട്ടോ. നമുക്ക് പറ്റിയ ലൊക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 1 മണിയായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്നു, അതിന് അടുത്ത സ്ഥലം നോക്കി പോകണ്ട. ഓക്കെ, ബൈ. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടോ. തിരിച്ചെത്തി. നമ്മൾക്ക് അവിടെയും പറ്റിയ ലൊക്കേഷൻസ് ഒന്നും കിട്ടിയില്ല. സത്യത്തിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അടുത്തൊരു മൂവ് എന്ന രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ലൊക്കേഷനായിട്ട് ഒരുപാട് ഓടി, പക്ഷേ നമുക്ക് വിചാരിച്ചതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചെത്തി, വീട്ടിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ചാവക്കാട് ഏരിയകളിൽ ഒന്നും കൂടെ ഏതെങ്കിലും റോഡുകളോ കാര്യങ്ങളോ കാണുവാണെങ്കിൽ ആ റോഡ് ത്രൂ കയറിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയാണ് പ്ലാന്. പിന്നെ നല്ല മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. വൈകുന്നേരം 3 മണിയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 4-4:15 ആകുമ്പോൾ പതുക്കെ ഇറങ്ങണം. ഇവിടുന്ന് ചാവക്കാട്ടേക്ക് ഏകദേശം ഒരു 25 കിലോമീറ്ററോ മറ്റോണോ ഉള്ളത് ചാവക്കാട് ഏരിയയിൽ കേട്ടോ. അങ്ങനെ നേരെ ചാവക്കാട് നോക്കിയിട്ട് നേരെ നമ്മൾ എറണാകുളത്തേക്ക് വിടുന്നു. എന്തായാലും കാണാം. നമസ്കാരം. ഞങ്ങൾ ഏതൊരു ലൊക്കേഷൻ നോക്കി ഇറങ്ങിയതാണ് ഷൂട്ടിങ്ങിന്.
ഇതുപോലത്തെ 2 വീടുകൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും കിട്ടാനുണ്ടോ? കടലിനോട് ചേർന്ന് 2 വീടുകൾ. ഓലപ്പുര വേണമെന്നില്ല, ഓടോ വാർപ്പിട്ടതോ ആണെങ്കിലും. എവിടെയാ? തൊട്ടാപ്പ് പറഞ്ഞാൽ ദൂരം ഉണ്ടോ നമുക്ക്? അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്? ചാവക്കാട് സൈഡിലേക്കല്ലേ? ചാവക്കാടൊക്കെ എത്തണോ? അഞ്ചങ്ങാടി. അത് ചാവക്കാടേക്ക് ലെഫ്റ്റ് എടുക്കാണ്ട് നേരെ പോകണം. അതായത് ഇതിനകത്തെ മറ്റേ ഇവിടെ പാതാറ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? പാതാറുണ്ട് അല്ലേ? ഓ. ഹലോ, അങ്ങനെ നമ്മൾ ഏതോ ഒരു ലൊക്കേഷനിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ ചാവക്കാട് ഏരിയലിനെ ഏതോ ഒരു ഉൾവഴി കിട്ടിയിട്ട് അങ്ങനെ കയറി വന്നതാണ്. സോ നമുക്ക് പറ്റിയ ലൊക്കേഷൻ ഇവിടെ ഇല്ല. അപ്പോൾ 5 ദിവസമായി നമ്മൾ ലൊക്കേഷൻ കണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ നമുക്ക് കിട്ടിയില്ല. ഓക്കെ, ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും മനോഹരമായിട്ട് ആ ലൊക്കേഷൻ നിൽക്കുന്നുണ്ടാവും. എന്തായാലും അറിയില്ല. ഇനി അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റെപ്പ് ഇതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ പ്രഷറുണ്ട്, തലവരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു. നമ്മൾ മലപ്പുറത്തുനിന്ന് പോവുകയാണ്. സോ നമ്മൾ ഈ പരിപാടിയോട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ. ഇനി എറണാകുളത്ത് എത്തിയിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് പോകണം. അപ്പോൾ എന്തായാലും കാണാം. ബൈ.